പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, +1 കെമിസ്ട്രിയുടെ ഫോക്കസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇതിൽ 12 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 12 പോയിൻറ്റ്സിൽ നിന്ന് നമുക്ക് 6 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. ദി പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന പോയിൻ്റ് പ്രത്യേകം ഓർത്തിരിക്കണം. മോഡേൺ പീരിയോഡിക് ലോയുടെ ബേസാണത്. ഓക്കെ, എലമെൻറ്റുകളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറുകളുടെ ക്രമാവർത്തന ധർമ്മമാണ് എന്നാണ് മോഡേൺ പീരിയോഡിക് നിയമം. ഓക്കെ, ഇത് പ്രസ്താവിച്ചത് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ, അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുക എന്നുള്ളതാണ്. ആദ്യം ഇതിൽ പറയാനുള്ളത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോഡേൺ പീരിയോഡിക് ലോ. ഇത് മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ദർ ആർ 7 periods ആൻഡ് 18 groups. 7 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ലോങ് ഫോം പീരിയോഡിക് ടേബിളിലുള്ളത്. ഈച്ച് ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫാമിലി ഓഫ് എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടി. ഓരോ ഗ്രൂപ്പിലുമുള്ള മൂലകങ്ങൾക്ക് ഒരേ സ്വഭാവമായിരിക്കും. എത്ര ഗ്രൂപ്പാണ്? 18 ഗ്രൂപ്പ്. ഓക്കെ, ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ the period indicates the value of principal quantum number. There are 4 blocks in periodic table: S block, P block, D block and F block. മലയാളത്തിലുള്ള നോട്ട്സും അതിൻ്റെ തൊട്ട് താഴത്ത് കാണാം. വായിക്കുക, ഒന്നുകൂടെ കേൾക്കുക, സ്വയം പറയാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാലോ. തേർഡ് പോയിന്റ്, പീരിയഡ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. നോക്കൂ, വളരെ ഷോർട്ടായ പീരിയഡാണ് ഫസ്റ്റ് പീരിയഡ്. അതിൽ 2 എലിമെൻറ്റ്സ് ആണുള്ളത്. അതിൻ്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് സബ്ഷെൽ 1s ആണ്. സെക്കൻഡ് പീരിയഡ് 8 എലമെൻറ്റ്സ് വരുന്നതാണ്. 2sഉം 2pയുമാണ് അതിൻ്റെ സബ്ഷെല്ല് വരിക. അതേപോലെ ബാക്കി കാര്യങ്ങളും അതിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. മാക്സിമം എലമെൻറ്റ്സ് വരുന്ന ആൾ 32 എലമെൻറ്റ്സ് വരുന്ന അതാണ്. അത് 6ാമത്തെ പീരിയഡും 7ാമത്തെ പീരിയഡും വരും. പക്ഷേ 7ാമത്തെ പീരിയഡ് പൂർണ്ണമല്ല. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. 4ാമത്തെ പോയിന്റ്, വാട്ട് ഈസ് അറ്റോമിക് റേഡിയസ്? എക്സ്പ്ലെയിൻ വേരിയേഷൻ അലോങ് പീരിയഡ്സ് ആൻഡ് ഇൻ എ ഗ്രൂപ്പ്. പീരിയഡ്സിലും ഗ്രൂപ്പിലും അറ്റോമിക് റേഡിയേഷൻ്റെ വ്യതിയാനം വിശദീകരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അറ്റോമിക് റേഡിയസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം ടു ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരത്തിനാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുക. ഓക്കെ, in a period from left to right, atomic radii decreases due to increase in nuclear charge. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ വലിപ്പം കുറയുന്നു. കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ടാണ്. ശരി, അടുത്തത്, ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അറ്റോമിക് റേഡിയൈ ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽ. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടും, അതുകൊണ്ട് അറ്റോമിക് റേഡിയൈ കൂടും. ഓക്കെ, മലയാളത്തിലുള്ള നോട്ടും കാണുക. അടുത്ത പോയിന്റിലേക്ക് പോകാം. 5th പോയിന്റ്, വൈ കാറ്റയോൺ ഈസ് സ്മോളർ ആൻഡ് ആനയോൺ ഈസ് ലാർജർ ദാൻ പാരൻ്റ് ആറ്റം. കാറ്റയോൺ ചെറുതും ആനയോൺ വലുതുമാണ് വെൻ കമ്പയർ വിത്ത് പാരൻ്റ് ആറ്റം. അതിൻ്റെ പാരൻ്റ് ആറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാറ്റയോൺ ചെറുതും ആനയോൺ വലുതുമാണ്. എന്തുകൊണ്ട്? ഒരു ഉദാഹരണം പറയാം.
സോഡിയം എന്ന് പറയുന്ന Na പ്ലസ് എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ കാറ്റയോൺ. ക്ലിയർ ആയല്ലോ? Na പ്ലസ് ഉണ്ട്, Na ഉണ്ട്. Naയേക്കാൾ Na പ്ലസിന് വലിപ്പം കുറവാണ്, കാരണം Na പ്ലസ് കാറ്റയോണാണ്. റെഡി? വേറെ എക്സാമ്പിൾ പറയാം. Cl ഉണ്ട്, Cl മൈനസ് ഉണ്ട്. നെഗറ്റീവ് വന്നാൽ ആനയോണായി. അപ്പോൾ Clഉം Cl മൈനസും ഉള്ളതിൽ ആർക്കാണ് വലിപ്പം കൂടുതൽ? Cl മൈനസിന് വലിപ്പം കൂടുതലാണ്. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാണ് ആനയോൺ എന്ന് പറയാം. അപ്പോൾ ആനയോണിന് വലിപ്പം കൂടുതലാണ്. അതായത് Cl മൈനസിന് വലിപ്പം കൂടുതലാണ്. ആരേക്കാൾ? Clനേക്കാൾ. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം, കാറ്റയോൺ ഈസ് ഫോംഡ് ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ. കാറ്റയോൺ ഉണ്ടാവുന്നത് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ്. ദെൻ ന്യൂക്ലിയർ ചാർജ് റിമെയിൻസ് സെയിം. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ന്യൂക്ലിയർ ചാർജ് അതേപോലെ നിൽക്കുകയാണ്. പക്ഷേ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ന്യൂക്ലിയർ ചാർജ് ഒരുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും ഇലക്ട്രോൺ പോയതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. Therefore, attraction increases and size decreases. Very, very important. അടുത്ത ക്വസ്റ്റ്യൻ. Anion is formed by gaining of electron. ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടാണ് ആനയോൺ ഉണ്ടാവുന്നത്. ന്യൂക്ലിയർ ചാർജ് റിമൈൻ സെയിം. പക്ഷേ ഇലക്ട്രോൺ അധികം വന്നതുകൊണ്ട് ആ ഇലക്ട്രോണിനനുസരിച്ചുള്ള ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത്. Effective nuclear charge decreases. Therefore, attraction decreases. Hence, size increases. റെഡി? മലയാളത്തിലോ ആ പറഞ്ഞ കാര്യം തന്നെ മലയാളത്തിലവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ച് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചോദ്യം എങ്ങനെ വരും? സൈസ് ഓഫ് Na പ്ലസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് Na. വൈ? ക്ലിയർ അല്ലേ? Na പ്ലസ് പറഞ്ഞാൽ കാറ്റയോൺ ആണെന്ന് ഓർത്താൽ മതി. റെഡി? Size of Cl minus is larger than Cl. Why? Ready? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഐസോഇലക്ട്രോണിക് സ്പീഷീസ്? ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവ് എക്സാമ്പിൾസ്. അറേഞ്ച് ദം ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സൈസ്. അവയുടെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഓക്കെ. ആറ്റംസ് or ions which contain same number of electron are called isoelectronic species. ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയോ അയോണുകളെയോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നു. ഉദാഹരണം, N3-, O2-, F-, Na+, Mg2+, Al3+. ഇതൊക്കെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ്. പക്ഷേ ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവയുടെയൊക്കെ അറ്റോമിക് നമ്പർ വ്യത്യാസമുണ്ട്. ഇതിൽ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടുതലായിരിക്കാം? എല്ലാവർക്കും അറിയാം, അലൂമിനിയത്തിനാണ് കൂടുതൽ. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയും. അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ വലിപ്പത്തിൻ്റെ ക്രമം കൊടുത്തുകൊണ്ടോടെ N3-, O2-, F-, Na+, Mg2+, Al3+. ദാറ്റ് ഈസ് ദി ഓർഡർ. ഇതിൽ Al3+നാണ് സൈസ് വളരെ കുറവ്. കാരണം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ അറ്റോമിക് നമ്പർ കൂടുതലുള്ള ആൾക്കാണ് സൈസ് കുറവുണ്ടാവുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കണേ, അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. റെഡി? വേറെ വാക്കിൽ പറഞ്ഞാൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ന്യൂക്ലിയർ ചാർജ് കൂടുതലായി വരികയാണ് ചെയ്യുക. ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതലായിരിക്കും. ഇതിൽ അലൂമിനിയത്തിനാണ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ, കാരണം അറ്റോമിക് നമ്പർ കൂടുതൽ അലൂമിനിയത്തിനാണ്. റെഡി? അടുത്ത പോയിന്റിലേക്ക് പോകാം. വാട്ട് ഈസ് അയോണൈസേഷൻ എനർജി? എക്സ്പ്ലെയിൻ ഇറ്റ്സ് വേരിയേഷൻ അലോങ് പീരിയഡ്സ് ആൻഡ് ഇൻ എ ഗ്രൂപ്പ്. അയോണൈസേഷൻ എനർജി എന്നാൽ എന്താണ്? അത് പീരിയഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ